ഹലോ എവരി വൺ. കുക്കിംഗ് ഈസി ആക്കാനുള്ള ഒരു ടിപ്പായിട്ടാണ് ഇന്ന് ഞങ്ങളുടെ വരവ്. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഏറ്റവും സ്റ്റാർട്ടിങ് യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് ജിഞ്ചർ. നമ്മുടെ വീട്ടിൽ നമ്മൾ ഇഞ്ചി കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ബൾക്കായിട്ട് കിട്ടുന്നത് കൊണ്ട് നമ്മളത് എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്ത് നമ്മുടെ കറികളിൽ യൂസ് ചെയ്യണമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. കഴുകി വാരി എടുത്തു കണ്ടോ. എന്നിട്ട് ഇങ്ങനെ കഴുകി ഇങ്ങനെ ഒരേ വശം തൊലി കളയാൻ കുറച്ചുകൂടി ഒരു എളുപ്പപ്പണിയാണിത്. അപ്പോൾ രണ്ട് ഭാഗം കുറേശ്ശെ അരച്ച് കളഞ്ഞാൽ ബാക്കിയുള്ള പണിയെ പിന്നെ വേണ്ടു. പിന്നെ ചില അരച്ചെടുക്കുമ്പോൾ കുറേശ്ശെ മണ്ണും ചെളിയില്ലാണ്ടിരുന്നാൽ മതി. തൊലി ഇരുന്നുകൊണ്ട് അത്ര കുഴപ്പമില്ലാട്ടത് ചെയ്യും. കുറേശ്ശെ തൊലിയൊക്കെ ഇരുന്നോട്ടെ, അതുകൊണ്ട് നമ്മൾക്ക് വേറെ പ്രശ്നമൊന്നും വരില്ല. മണ്ണില്ലാണ്ട് ക്ലീൻ ആക്കണത് ഉണ്ട്. നല്ല ഭംഗിയായിട്ട് ഇരിപ്പില്ലേ ഇത് നോക്കിയാൽ നിങ്ങൾ. ഇത് ഇതിൻ്റെ കളറാണ് ഇഞ്ചിയുടെ കേട്ടോ. ഉണ്ട് ഇതധികം മണ്ണൊന്നല്ല. നമുക്ക് ഇഞ്ചി കുറെ അധികം ഉണ്ടാവുമ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു വഴിയാണ് ഇത് കാണിക്കുന്നത്. ഇഞ്ചിക്ക് വില കുറയുന്ന സീസൺ ആകുമ്പോൾ മേടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇങ്ങനെയാണെങ്കിൽ സ്ഥലമുള്ളത് കൊണ്ട് നമ്മള് ഇഞ്ചി വാരത്തില് നട്ട് എടുക്കണം. നട്ട് കഴിഞ്ഞാൽ എത്ര നാൾ ഇവിടെ ഉണ്ടാവും? നമ്മളിപ്പോ മാർച്ച് ഏപ്രിൽ നട്ടാ നവംബർ ഡിസംബർ ആകുമ്പോൾ പറിക്കാം. ഇതാണ് സീസണാണ്. ഇപ്പൊ കഴിഞ്ഞ സീസൺ കഴിഞ്ഞു. ഇപ്പൊ എല്ലായിടത്തും ഇത്തിരി ഇഞ്ചിക്ക് ഇത്തിരി വില കുറയും. മെയ് മാസം ജൂൺ മാസം ഒക്കെ ആകുമ്പോഴേക്കും നല്ല വിലയാവും ഇഞ്ചിക്ക്. അതിന് മുമ്പ് വില കുറവിന് കിട്ടുമ്പോൾ മേടിച്ച് വെച്ച് ഇങ്ങനെ ചെയ്ത് വെക്കാം. ഇല്ലെങ്കിൽ ഈ സീസണിൽ ഇപ്പോൾ വിത്തിനൊക്കെ കിട്ടും. അപ്പോൾ ഒരു 5-6 കട നമ്മുടെ വീട്ടിൽ നട്ടിട്ടാലും മതി. അപ്പോൾ നമ്മളിപ്പോൾ ഇഞ്ചിയൊക്കെ കഴുകി നന്നാക്കി തൊലിയും കളഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഏകദേശം ഒരു അരയിലും കുറച്ച് കൂടുതലിട്ടുണ്ട്. ആദ്യം വെറുതെ ഒന്ന് അടിക്കാതെ ഇങ്ങനെ അടിക്കുമ്പോൾ കുറച്ച് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചാൽ ഇനി നമ്മൾ എന്നൊരു പേസ്റ്റായി കിട്ടാൻ വേണ്ടി മാത്രം. കുറച്ചും കൂടി വെള്ളം വേണം. ഉണ്ടോ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചു വരുന്നു. ആദ്യം ചെറുതായിട്ട് അടിക്കുക. ആവശ്യത്തിന് മാത്രം വെള്ളം കൂട്ടിയാൽ മതി. ഇപ്പം നല്ല പേസ്റ്റാക്കി കിട്ടിയിട്ടുണ്ട്. കണ്ടോ നമ്മുടെ ഐസ്ട്രയുടെ ക്യൂബ് അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഇങ്ങനെ വിട്ട് കിട്ടണില്ല. ഞാൻ നോക്കി അത് ഇത്ര കണ്ട് ശരിയാവണില്ല. ഇഞ്ചിയിൽ വരുന്ന വെള്ളം പോലത്തെ സംഭവം എന്ത് ചെയ്യും? ഏത് കുറച്ച് വെള്ളം വന്നാലല്ലേ ഇവിടെ ഉറച്ചത് നിൽക്കുള്ളൂ. അത്രീശ വെള്ളം കുഴപ്പമില്ല. കണ്ടില്ലേ, അധികം വെള്ളം വേണ്ട. അധികം വെള്ളം വന്ന് ഇഞ്ചി വെറുതെ നമ്മൾ ഈ കട്ട എടുക്കുമ്പോൾ മുഴുവൻ വെള്ളമായിരിക്കും. ഫ്രീസറിലേക്ക് വെക്കണം. ഉണക്കാത്തല്ലാണ് പച്ചയ്ക്കുള്ളത്. കണ്ട തക്കാളി, ചേമ്പ്, ചക്ക, കുമ്പളങ്ങ ഓൾറെഡി പ്രിസർവ് ചെയ്ത് വെച്ചേക്കാം. തക്കാളി ഒരു കുറെ ഉണ്ടായപ്പോ അതിന്റെ ഉള്ളിൽ സംഭവം ഇഞ്ചിയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കേ. എത്ര ദിവസം ഒന്നും വേണ്ട. ഇതിപ്പോ ഒരു 5 മണിക്കൂർ ആകുമ്പോൾ ഇത് കട്ടയാവും. അപ്പൊ ഇങ്ങോട്ട് വിട്ടെടുത്തിട്ട് കവറിലാക്കി നമുക്ക് ഇങ്ങനെ പാക്ക് ചെയ്ത് സിപ്പ് ലോക്ക് കവർ ഇട്ടിട്ട് കയറ്റി വെക്കാം. ഇത്തിരി വെള്ളം കൂടിയെന്ന് തോന്നിയാൽ നമ്മൾ എന്താ അടുത്ത ട്രിപ്പ് ഇഞ്ചി അരിക്കാൻ കിട്ടോ. അപ്പം ശരിക്കും നല്ലോണം കൂട്ടി അരിഞ്ഞ് കിട്ടും. ഇത് കണ്ടോ, വെള്ളം കൂടിയെന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി എടുക്കാം ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. അതാകുമ്പോൾ നമുക്കിപ്പോൾ കാലത്ത് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അതിൽ നിന്നൊരു കട്ടയും എടുത്തു
ഇപ്പം ഇത് എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ചിക്കനൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്തായിരിക്കും നമ്മൾ വിചാരിക്കുക എന്താ വെക്കേണ്ടത്. അപ്പോൾ ഇഞ്ചി നന്നാക്കാൻ നിൽക്കണേക്കാളും നല്ലത് ഈ ഒരു ക്യൂബ് ജസ്റ്റ് പുറത്തെടുത്ത് വെച്ചാൽ മീൻ വറുക്കാനുള്ളതിനത് വറുക്കാനുള്ള മീനിലേക്ക് ഇത് അരച്ചതാണ് എപ്പോഴും നല്ലത്. അതിപ്പോൾ ഒരു കട്ടയും കൊണ്ട് പുറത്ത് വയ്ക്കുക. ഇതുപോലെ തന്നെ വെളുത്തുള്ളിയും എല്ലാം ചെയ്യാം. പക്ഷെ വെളുത്തുള്ളി കുറച്ചും കൂടി കഷ്ടപ്പാടായിരിക്കും. ഇല്ല, വെളുത്തുള്ളി തൊലി കളയണ്ട. വെളുത്തുള്ളി അങ്ങനെ തന്നെ കഴുകുക, അല്ലി വിടർത്തിയിട്ടിട്ട് എന്നിട്ട് അങ്ങനെ തന്നെ അരച്ചാൽ മതി. തൊണ്ടിടുന്നേ തോന്നില്ല. ഈ ബിരിയാണിയൊക്കെ വെക്കുന്നവർ അങ്ങനെ ചെയ്യുന്നത്, അല്ലാണ്ട് ഇത് നന്നാക്കലൊന്നും അവരില്ല. ഇപ്പം പിന്നെ ഒറ്റയടി പോരില്ല, കുറച്ചൊന്ന് അടിച്ചിട്ട് വേണ്ടി വരും. ഇപ്പതേ ഓക്കെ എടുത്ത വഴി പൊക്കും സിമ്പിളായിട്ട് അപ്പോൾ വിട്ടുപോരുണ്ട്. ഇതിലാവുമ്പോൾ പെട്ടെന്ന് വിട്ടുപോരും. മറ്റേ നമ്മുടെ ഐസ് ക്യൂബിന്റെ ട്രെയിൽ അത്ര കണ്ട് നന്നാവില്ലേ. ഇനി ഇത് നമ്മളിപ്പോ വെറുതെ അടച്ചു വെക്കാം. അടുത്തതും ഇതുപോലെ ഫില്ല് ചെയ്ത് സിപ്ലോക്ക് കവറിലിട്ടിട്ട് അടുത്തതും ഫില്ല് ചെയ്ത് വെക്കാം. എന്നിട്ട് 4-5 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ തുറന്ന് ഞാൻ അരച്ചു വെച്ചേക്കുന്നു. അടുത്ത സെറ്റ് നമ്മൾ ഇതുപോലെ നിറയ്ക്കണം. നേരത്തെ അരച്ച് വെച്ചത് പോണിയിലാക്കിയിട്ട് ഫ്രീസറല്ല ഫ്രിഡ്ജിൽ താഴെ വെക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ കോരി നമ്മൾ ഇഞ്ചി ഇങ്ങനെ പേസ്റ്റ് ആക്കിയിട്ട് ഇതിൽ വെക്കണത് ഫ്രീസറിൽ വെക്കണം. ഇതിലാക്കി വെക്കണം. ഓക്കെ, രണ്ടാമത് ഇത് നിങ്ങൾക്ക് നല്ല ഉപകാരമാവുമെന്ന് എനിക്ക് തോന്നി. എനിക്ക് നല്ല ഉപകാരം. ജോലിക്ക് പോകുന്നവർക്ക് പ്രത്യേകിച്ച് ആ നേരത്തെ ഇഞ്ചി വേണമെങ്കിൽ അപ്പം തന്നെ എടുക്കാതെ ഓരോ കഷ്ണമായിട്ട് നമുക്ക് എടുത്ത് കിട്ടും. അതാണ് അതിൻ്റെ ഗുണം. അപ്പം തോരൻ വയ്ക്കാനും ചാറുകറി ഉണ്ടാക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ എടുത്താൽ ഇട്ടാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യുക. വേറെയും ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മളായിട്ട് ഷെയർ ചെയ്യുക. നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും. താങ്ക് യു.